അവസാനത്തെ നോട്ടം കാണാനും വേണ്ടിയിട്ട് അവനെ വീട്ടിൽ എത്തിച്ച് അവനെല്ലാവരും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാണുന്ന കാഴ്ച. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ഉത്സവ പറമ്പില് അവിടുത്തെ ഭാരവാഹികൾ എല്ലാവരും കൂടി ചേർന്ന് കണ്ട് ഒരു 19-20 വയസ്സായിട്ടുള്ള ഒരു ചെക്കനെ അടിച്ചങ്ങോട്ട് കൊന്ന്. നിങ്ങൾ കാണുന്നില്ല എങ്ങനെയാണ് അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഈ തല്ലുന്ന ആ എറണം കണ്ട ഏർപ്പാടുകളായിട്ടുള്ള കൈവേറുകളെ പെരിയിലില്ലേ? ഇതുപോലെ വളർന്നു വരുന്ന ആൺകുട്ടികൾ ഇല്ലേ? എന്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്തത്? എന്തിന്റെ പേരിലാണ് ചെയ്തത്? 19-20 വയസ്സായിട്ടുള്ള ഒരു ചെക്കനാണ്. ആ ചെക്കന എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അവസാനക്കത്തെ കാണിക്കലാണ്ട് അവനെ കാണിക്കുന്നത്. എന്നിട്ടും അവന്റെ തലന്റെ ഭാഗത്ത് നിന്ന് ബ്ലഡ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അവനെ അടിച്ചിട്ടുള്ള ഓരോരോ നേറിക്കട്ട തമ്മാടി കൂട്ടങ്ങളും എത്ര പവറിലായിരിക്കും. അവർ 19 വയസ്സായിട്ടുള്ള അവന്റെ തലമൊക്കെ അവിടെ അടിച്ചിട്ടുണ്ടാവില്ലേ? എന്തെല്ലാം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ വെച്ചിക്കാണ്ട് ജീവിക്കുന്ന ഒരു പയ്യനിലിരുന്ന അല്ലിരുന്ന അവനെയല്ല ഒരു നിസ്സാര പ്രശ്നത്തിന്റെ പേരിലെ ഭാരവാഹികളി എന്ന് പറയുന്ന ആ കൈവേറുകളെ തല്ലിക്കൊന്നത് അല്ലേ? അവന്റെ അമ്മ അവന്റെ മയ്യത്തിന്റെ അടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് കണ്ട് കരയുന്ന ഒരു കരച്ചിലുണ്ട്. കണ്ടുനോക്കിങ്ങള്. ഇതൊക്കെ കാണുന്ന മനസാക്ഷിയുള്ള മനുഷ്യ പറ്റുള്ള ഏതൊരു വ്യക്തികൾക്കും ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റൂലോ. സങ്കടമുള്ളിൽ സങ്കടം. കാരണം ഇന്നത്തെ ആൾക്കാർക്ക് അറിയാം, ആരെ കൊന്നാലും പീഡിപ്പിച്ചാലും കൊന്നു കളഞ്ഞാലും എത്ര തന്നെ വലിയ തെറ്റുകൾ ഇവിടെ ചെയ്താലും ഞങ്ങളുടെ നിയമം ഒന്നും ചെയ്യില്ല, വെറുതെ വിട്ടയക്കും എന്നുള്ളത്. ഇതേമാതിരി ഓരോ തെറ്റുകൾ ചെയ്യുന്ന ഓരോരോ കൈവരികളും തന്തയ്ക്ക് പറക്കാത്ത കൈവരി മക്കൾക്ക് നന്നാക്കി അറിയാവുന്നത് കാരണം കൊണ്ടാണ് ഓരോരോ നിരപരാധികളായിട്ടുള്ള ഓരോരോ മനുഷ്യരെ എന്ന് പറയുന്ന ആ ലക്ഷണം കെട്ട വർഗത്തിൽപ്പെട്ട ചില നെറിക്കട്ട തമ്മാടികളെ കൊന്നങ്ങട് കളയുന്നത്.